ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സനിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മോഡൽ വണ്ടികളിൽ, അതായത് പുതിയ മോഡൽ വണ്ടികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ലോവർ ആം ബോൾ ജോയിൻറ്റ്, അതേപോലെ സ്റ്റിയറിങ്ങിൻ്റെ ടൈറോയ്ഡ് എൻഡ് ഇതൊക്കെ അഴിക്കുന്ന സമയത്ത് ഈ ഹാമർ വെച്ച് അടിച്ചഴിക്കുന്ന പരിപാടി അത് മാക്സിമം ഒഴിവാക്കണം. ഇതിന് മുമ്പ് ആരോ അതങ്ങനെ ഹാമർ ഉപയോഗിച്ച് നല്ല പോലെ അടിച്ചഴിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം കട്ടായിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടികളിലൊക്കെ ഈ നക്കിൾ വരുന്നത് അലുമിനിയം അലോയ് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. പഴയ മോഡൽ വണ്ടികളൊക്കെ നമുക്കറിയാം, നക്കിൾ വരുന്നത് കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ അത് സ്ട്രോങ് ആയിരിക്കും. അതുപോലെ അല്ല ഇത്. ഇപ്പം വരുന്ന എല്ലാ വണ്ടികളിലും ഈ ഒരു ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് അഴിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സ്പെഷ്യൽ ടൂളുകളുണ്ട്. ഈസി ആയിട്ട് നമുക്ക് അഴിക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ യൂസ് ചെയ്യുക. വർക്ക്ഷോപ്പിലെ മുതലാളിമാരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ദയവ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കുക. പല വർക്ക്ഷോപ്പുകളിലും ഈ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ ഹാമറും കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ചഴിക്കാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ തല്ലിപ്പറിച്ച് ഊരി എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഈ ക്രാക്കും കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെടണമെന്നില്ല. ഇപ്പോൾ കാണുന്ന ഈ ഒരു ചെറിയൊരു ക്രാക്ക് ഭാവിയിൽ അത് വലുതാവാനും ചിലപ്പോൾ നല്ലൊരു ആക്സിഡൻറ്റ് സംഭവിക്കാനും വരെയുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒന്നെങ്കിൽ വെൽഡ് ചെയ്ത് റെഡിയാക്കണം, അല്ലെങ്കിൽ നക്കിൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. കസ്റ്റമർ എന്തായാലും നക്കിൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. റിസ്ക് എടുക്കാൻ അയാൾക്ക് താല്പര്യമില്ല. എന്തായാലും വണ്ടി ഉപയോഗിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ വണ്ടിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക.